എന്താ പണി? ഇന്ന് രാവിലെ തന്നെ ക്ലിശാവനാട്ടോ. മൊത്തത്തിൽ ഫ്രിഡ്ജ് നന്നാക്കല്, ഇവിടെ വൃത്തിയാക്കല്, അമ്മയും രണ്ടാളും കൂടി ഇന്ന് ഫുള്ള് വീട് നന്നാക്കലാട്ടോ ഇന്നത്തെ പണി. ഇന്നാണെങ്കിൽ പേട്ട അങ്കലവാടിയിലും പോയിട്ടില്ല, അങ്കലവാടി ലീവാണ് കേട്ടാ. ഓളും പോയിട്ടില്ല, ഓളൊന്നും കടയിൽ പോയിട്ടില്ല, അപ്പോൾ ഓളും ലീവാണ്. അപ്പോൾ ഇന്നിവിടെ മൊത്തം വൃത്തിയാക്കലാണ്. അപ്പോൾ ഒരു തലയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അമ്മ അവിടെ ഉണ്ട്, വാതിലൊക്കെ തുടച്ചന്നാക്കാട്ടെന്ന്. ഇന്ന് എല്ലാവർക്കും പണി തന്നെയാണ്, എല്ലാവരും ലീവായതുകൊണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരാൾക്ക് പണി ടേബിൾ വലിച്ചോണ്ടല്ല കേട്ടാ, പൊട്ടിത്തെറുപ്പട്ടെ, കച്ചറയാണ് കച്ചറ. എന്താ ഞോൻ്റെ കസേര, ഞാൻ അതിൻ്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നു. എന്തിനാടൊക്കെ വലിച്ചുകൊണ്ടിരുന്നേ? ഞാൻ ഇപ്പോൾ എല്ലോടെ എംസാൻ ഉണ്ടായിരുന്നു, അത് ഇട്ടുകൊണ്ട് ഇപ്പോൾ വന്നതാട്ടാ. ഇന്നത്തെ പെണ്ണ് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് കല്ലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ലീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വൃത്തിയാക്കലാണെന്ന്. അപ്പം നമ്മളെ കർക്കിടക ചന്ദ്രാന്തി ആയിട്ട് മൊത്തത്തിൽ ക്ലീനാക്കൽ, വൃത്തിയാക്കൽ, പേരെ മൊത്തം അടിച്ച് തെളിച്ച് നന്നാക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്ക് എല്ലാ കൊല്ലം ചങ്കരാന്തി വരുമ്പോഴുള്ളൊരു സമയമാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതേമാതിരി അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കണം, നമ്മളെ റൂം തന്നെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ബോക്സ് ടൈപ്പ് കട്ടിലായിരുന്നു, കട്ടിലിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് കുളത്തിൽ നിന്ന് പെട്ടെന്നുള്ള കാലുമ്മയ്ക്കാട്ട വീണിട്ട് കുഴപ്പമൊന്നുമില്ല, കാലിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. കാര്യമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കാലിന് ചെറിയൊരു വീക്കുണ്ട്, തൈലിട്ടപ്പോൾ റിട്ടേൺ ചെയ്തിട്ടാണ്. എന്താ വെച്ചാൽ ഇത് നമ്മൾ ബോക്സ് ടൈപ്പ് കട്ടില ശ്രദ്ധിക്കാതെ അങ്ങനെയാണ് പോണതാണ്. അതിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉരുളിയുണ്ട്, ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചതാട്ടോ. പിന്നെ കട്ടിലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കൊല്ലത്തെ കച്ചറ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 10-200 രൂപേൻ്റെ അടിയിൽ കിടക്കണ്ടായിരുന്നു. പിന്നെ ചില്ലറ പൈസ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങളായിട്ടുള്ളതൊക്കെ വീണതും, പിന്നെ ആദ്യമം കൊണ്ട് ഇട്ടതും അങ്ങനത്തതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടാണ്. പ്രതീക്ഷിക്കാത്ത ലെവലിൽ തന്നെയാണ് കണ്ടമാന സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ. കാരണം ഈ ബോക്സ് നമ്മൾ സാധാരണ കട്ടിലാകുമ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും അടിയിൽ കൂടിയെങ്കിലും അടിച്ച് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ, അല്ലാതെ കാര്യമില്ല. ഇതാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. ഈ കട്ടിലിന് അങ്ങനെ ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ റൂമിൽ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കി റെഡിയാക്കി. കട്ടിലിൻ്റെ മുകളിൽ പിന്നെ അതിനൊരു ഇതുണ്ട് കേട്ടോ, നമ്മളെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആദരിക്കാനുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളെ റൂമിലെല്ലാം അത് നമ്മളെ റൂമിൻ്റെ മൂലയ്ക്ക് ഇരിക്കേണ്ടത് നമ്മളെ 4 വർഷം മുന്നേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ മാലിൻ ചെണ്ടുമായിട്ടായിരിക്കുന്നത്. അത് പിന്നെ അതേമാതിരി തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കേണ്ടത്, അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ വെച്ചതാണ്. അത് ഉണങ്ങി ഡ്രൈ ആയി പൗഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരുവിൽ പേപ്പറൊക്കെ ഇട്ട് കണ്ടത് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ആദ്യം മോനെ കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുപോയി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ക്ലീൻ ആക്കിയത് അച്ഛൻ്റെ റൂം, ഞങ്ങളെ റൂം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയത് അച്ഛൻ്റെ റൂം കേട്ടോ. അച്ഛൻ്റെ റൂമിൽ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ ആക്കാണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ പരന്ന് കിടക്കേണ്ട അവിടെയും ഇവിടെയും. അച്ഛനെ കുടിക്കാനുള്ള മരുന്ന് പിന്നെ അച്ഛൻ്റെ റൂമിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ട് ഒരു ചീർപ്പ് കിട്ടി, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ചീർപ്പാണ്, കുളമൊന്നുമില്ല കേട്ടോ, കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. അത് പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ഇങ്ങനെ അതിനത്ര ഇടയിൽ കൂടി തന്നെ നല്ല പെരും മഴയും പെയ്തിട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല 1-1.5 മഴ കേട്ടോ, സൂപ്പർ മഴ. കാരണം ചെറിയ മഴയൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പർ മഴ തന്നെയാണ് ഇപ്പോൾ ആ നേരത്ത് പെയ്തിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ വൃത്തിയാക്കൽ തകൃതിയായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പണി കഴിഞ്ഞ് വന്ന സമയത്തിൻ്റെ ചെരുക്കുമ്പോൾ നിറച്ച് ചെളിയാണ് കേട്ടോ. ഓക്കെ, ഈ കള്ളമടി കൊണ്ട് നേരെ ഞാൻ ഇറത്തുനിന്ന് വെള്ളം ചാടുന്നതിൻ്റെ ചോട്ടിക്ക് കൊണ്ടിട്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ അച്ഛൻ്റെ റൂം വൃത്തിയായി കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ റൂമിൽ ചെറിയ റൂമുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു സ്റ്റോറേജ് റൂം പോലത്തെ റൂമുണ്ട്. അതിൽ എല്ലാവരും കിടക്കലും ഉപയോഗിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ സാധനങ്ങൾ ഇട്ടേക്കലും അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ചന്ദ്രാന്തിൻ്റെ നന്നാക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഒരാൾക്ക് ചന്ദ്രാന്തിക്കും വേണ്ടി രണ്ടാമതും വൃത്തിയാക്കാനുള്ള പരിപാടിക്കും വേണ്ടിയിട്ട് ആദ്യമോൻ്റെ ലെവലിൽ സാധനങ്ങളൊക്കെ അത് വലിച്ചിട്ട് ആ രണ്ടാമത് വൃത്തിയാക്കാനുള്ള ഒരു കണ്ടീഷനിലാക്കിയിട്ടാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പണിയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.